ബജറ്റിൻ്റെ ഒരു പൊളിറ്റിക്സ് നമുക്കൊന്ന് പരിശോധിച്ച് കഴിഞ്ഞാൽ ഒരു നെഹ്റു കുടുംബത്തിൽ നിന്നല്ലാത്ത കോൺഗ്രസ് പ്രധാനമന്ത്രിയെ ലാൽ ബഹാദൂർ ശാസ്ത്രിയെ പരാമർശിക്കുകയുണ്ടായി നിർമ്മല സീതാരാമൻ. ജയ് ജവാൻ ജയ് കിസാൻ എന്ന് ശാസ്ത്രിജി പറഞ്ഞു, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന് വാജ്പേയിജി പറഞ്ഞു, ജയ് ജവാൻ ജയ് കിസാൻ ജയ് വിജ്ഞാൻ എന്ന് തന്നെ ഒരു വാക്കുകൂടി എനിക്ക് തോന്നുന്നു ആത്മസന്ധാൻ എന്നോ മറ്റോ അനുസന്ധാൻ എന്ന് മോദിജി പറഞ്ഞു. അപ്പോൾ ഇതിനൊരു നെഹ്റു കുടുംബം അല്ലെങ്കിൽ അല്ലാത്തൊരു കോൺഗ്രസ് പ്രധാനമന്ത്രിയെ നിർമ്മല സീതാരാമൻ മെൻഷൻ ചെയ്തതിനെ എങ്ങനെ കാണുന്നു? അഭിലാഷ്, ഇതിൽ പൂർണ്ണമായും നമ്മൾ നോക്കുകയാണെങ്കിൽ ഈ UPA സർക്കാർ അല്ലെങ്കിൽ അതിനു മുമ്പുള്ള കോൺഗ്രസ് സർക്കാരുകളുടെയൊക്കെ നേട്ടങ്ങളെ പൂർണ്ണമായും അവഗണിച്ചുകൊണ്ടുള്ള ഒരു രീതിയാണ് കഴിഞ്ഞ ഏതാനും വർഷങ്ങളായി NDA സർക്കാർ സ്വീകരിച്ചിട്ടുള്ളത്. അതുകൊണ്ട് തന്നെ നെഹ്റു കുടുംബവുമായും ഗാന്ധി കുടുംബവുമായി ബന്ധമുള്ള എല്ലാ കാര്യങ്ങളും തമസ്കരിക്കുക എന്നുള്ളൊരു രീതി, ഒരു നടപടി അവരുടെ ഭാഗത്തു നിന്നുള്ള അതിൻ്റെ ഭാഗമായിട്ടാണ്. മാത്രമല്ല, ലാൽ ബഹദൂർ ശാസ്ത്രിയുടെ ഒരു മകൻ BJPയുമായി ബന്ധപ്പെട്ട് പ്രവർത്തിക്കുന്ന ആളുമാണ്. ഈ വിഷയങ്ങളിലൊക്കെ തന്നെ ഇവർ ഉദ്ധരിക്കുന്നത് പലപ്പോഴും നെഹ്റുവിനെതിരായിട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ നെഹ്റു കുടുംബവുമായി ബന്ധമില്ലാത്ത ആരുടെയെങ്കിലുമൊക്കെ പ്രവർത്തനങ്ങളെ എടുത്തു പറഞ്ഞുകൊണ്ടുള്ള ഒരു നടപടി തന്നെയാണ് ഇവരുടെ ഭാഗത്ത് നിന്ന് BJP സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നുണ്ടാകും. സ്വാഭാവികമായിട്ടും തെരഞ്ഞെടുപ്പിലേക്ക് പോകുന്ന ഒരു ഘട്ടത്തിൽ എന്തായിരുന്നാലും നെഹ്റുവിനെ ഇൻവോക്ക് ചെയ്യാൻ അല്ലെങ്കിൽ ഗാന്ധി കുടുംബത്തിൻ്റെ പ്രവർത്തനങ്ങളെ ഇൻവോക്ക് ചെയ്യാൻ BJP എന്തായിരുന്നാലും തയ്യാറാകില്ല, പ്രത്യേകിച്ചും ഇന്നത്തെ ഒരു സാഹചര്യത്തിൽ. അപ്പോൾ അതുകൊണ്ട് തന്നെയാണ് ലാൽ ബഹദൂർ ശാസ്ത്രിയെ നമ്മൾ എടുത്തു കാണിക്കുന്നത്. നമുക്കെല്ലാവർക്കും അറിയാം, വനിതാ സംയുക്ത സമ്മേളനം നടന്ന സമയത്ത് പുതിയ മന്ദിരത്തിലേക്ക് മാറുന്നതിന് മുന്നുള്ള അവസാനത്തെ സമ്മേളനത്തിൽ സംസാരിക്കാൻ വിളിച്ചത് മനേകാ ഗാന്ധിയെയാണ്. അതായത് ഗാന്ധി കുടുംബവുമായി ശത്രുതയുള്ള മനേകാ ഗാന്ധിയാണ് അന്ന് അവിടെ ആ സെൻട്രൽ ഹാളിൽ സംസാരിച്ച ആദ്യത്തെ സ്പീക്കർ. അപ്പോൾ അതൊരു രാഷ്ട്രീയമാണ്. ആ രാഷ്ട്രീയം BJP പിന്തുടരാൻ തുടങ്ങിയിട്ട് കാലം കുറേയായി, വർഷങ്ങളായുണ്ട്. രാജ്യം നേരിടുന്ന എല്ലാ വിഷയങ്ങൾക്കും കാരണം അല്ലെങ്കിൽ പ്രശ്നങ്ങൾക്കും കാരണം നെഹ്റു ഗാന്ധി കുടുംബത്തിന്റെ ഭരണമാണ് എന്ന് ആവർത്തിച്ച് ഇപ്പോഴും പറയുന്നവരാണ്. എന്തായാലും കൂടുതൽ